നമസ്കാരം. കെമിസ്ട്രിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ 3 സ്റ്റേറ്റ്സ് മാറ്ററിന്. ഇതിൽ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിന് പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. ഷേപ്പ്, വോളിയം, സൈസ് ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഗ്യാസിനെ സംബന്ധിക്കുന്ന ഗ്യാസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്, ഗ്യാസിൻ്റെ കുറച്ച് ലോസ് ആണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്. ദെൻ മോൾ കൺസെപ്റ്റ്. ഒരു ഗ്യാസ് പാർട്ടിക്കിൾസിനെ നമുക്ക് എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോൾ, ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാനാണ് ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. കമ്പയർഡ് ടു സോളിഡ്സ് and liquids, gases have a lot of characteristics features. Many elements and compounds are seen in gaseous state. We are handling so many gases in our daily life, industries and laboratories. അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള കുക്കിംഗ് ഗ്യാസ് മുതൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ വരെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഗ്യാസ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനേ പറ്റില്ല. ദെൻ ഗ്യാസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ടു ദ ഗ്യാസസ് ആർ ഗിവൺ ബിലോ. ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ മോളിക്യൂൾസിനെ നോക്കുക. ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഒരു കണ്ടെയ്നറിലുണ്ട്. ആ മോളിക്യൂൾസ് എപ്പോഴും ഒരു റാൻഡം മൂവ്മെൻറ്റിലാണ്, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഫ്രീ ആണ് മൂവ് ചെയ്യാൻ. അതിന് ആ വെസലിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇനി ആ വെസൽ തുറന്നാലോ ഗ്യാസ് മോളിക്യൂൾസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. സോ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ എന്താണ് ഒരു കണ്ടെയ്നറിനകത്താക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നറിൽ എവിടെ വേണമെങ്കിലും ഗ്യാസ് മോളിക്യൂൾസിന് മൂവ് ചെയ്യാം. അവർ തമ്മിൽ എപ്പോഴും കൊളീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. Each gas contains numerous minute molecules. When compared to the total volume of gas, the real volume of molecules is very less. സോളിഡ്സിൽ എന്താണ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ് സബ്സ്റ്റൻസുകൾ. ലിക്വിഡ്സിൽ കുറച്ചും കൂടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്. ഗ്യാസിൽ എന്താണ് വളരെ ഫ്രീ ആയിട്ട് ഗ്യാസ് മോളിക്യൂൾസിന് മൂവ് ചെയ്യാം. The molecules of gas are in a state of rapid random motion in all directions. എല്ലാ ഡയറക്ഷനിലും ഒരു റാപ്പിഡ് മോഷനിലായിരിക്കും ഗ്യാസ് മോളിക്യൂൾസ്. As a result of the random motion of the gas molecules, they collide with each other and also collide with the walls of container in which it is kept. This collision with the walls account for the pressure of gas. ഇപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ വാൾസുമായിട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ കൊളീഷൻ മൂലം ആ ഗ്യാസ് മോളിക്യൂൾസ് ചെന്ന് ഇടിക്കുന്നത് കൊണ്ട് കണ്ടെയ്നറിൻ്റെ വാൾസിൽ ഒരു പ്രഷർ അനുഭവപ്പെടുകയാണ്. ആ ഗ്യാസ് മോളിക്യൂൾസ് ഇടിക്കുന്നതുകൊണ്ട് എന്താണ് ആ വാൾസിലൊരു പ്രഷർ, പുറത്തേക്ക് ഒരു തള്ളൽ അനുഭവപ്പെടുകയാണ്. ആസ് ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഇൻ നേച്ചർ, ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. അപ്പോൾ ഈ കൊളീഷനൊക്കെ എന്താണ്, എനർജി ഗെയിനും ചെയ്യുന്നില്ല, ലോസും ചെയ്യുന്നില്ല, എലാസ്റ്റിക് കൊളീഷനാണ്. ഇങ്ങനെയുള്ള ഒരു കൊളീഷനിൽ എന്താണ് അവിടെ മോളിക്യൂൾസിന് എനർജി നഷ്ടപ്പെടുന്നുമില്ല, എനർജി കിട്ടുന്നില്ല. അതായത് ഫുട്ബോളിൽ കാറ്റടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഫുട്ബോൾ വെറുതെ വെച്ചാൽ ഫുട്ബോൾ ചൂടാകുന്നില്ല, തണുക്കുന്നില്ല. There is no attraction between gas molecules and with the walls of the container. ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ ഗ്യാസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടെയ്നറിലെ വാൾസുമായിട്ട് ഗ്യാസ് മോളിക്യൂൾസിന് അട്രാക്ഷൻ അല്ല, ലിക്വിഡ്സിന് അട്രാക്ഷൻ ഉണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് ആ വെള്ളം തിരിച്ച് ഒഴിച്ച് കളഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ സർഫസിൽ വാട്ടർ മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യുന്നത് അഡ്ഹസീവ് ഫോഴ്സ് ഉണ്ട് നമുക്കറിയാം. പക്ഷേ ഗ്യാസ് മോളിക്യൂൾസിന് അങ്ങനത്തെ ഒരു ഫോഴ്സ് ഇല്ല. ഓൺ ദ ബേസിസ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ദ ടേബിൾ 2.1 given below. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, നമ്മളിതുകൊണ്ട് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വളരെ കൂടുതലാണ്. കണ്ടെയ്നറിനകത്ത് റാൻഡം മോഷനിലാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് കമ്പയർ ചെയ്താൽ എന്താണ്, ഇറ്റ് വിൽ ബി വെരി ഹൈ. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസോ, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫ്രീഡം എങ്ങനെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ കമ്പയർ ചെയ്താൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ വളരെ ഹൈ ആണ്. ദെൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും കുറവായിരിക്കും. മോളിക്യൂൾസ് എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാണ്. സോളിഡ്സിലോ മോളിക്യൂൾസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്, ഗ്യാഷ്യസിൽ വെരി ലോ ആണ്. വോളിയം ഓഫ് എ ഗ്യാസ്, ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. ഈവൻ ഇഫ് എ ലിറ്റർ ഓഫ് ലിക്വിഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ കണ്ടെയ്നർ ഓഫ് എനി സൈസ്, ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ഇറ്റ്സ് വോളിയം. ഒരു 5 ലിറ്റർ ലിക്വിഡ് നമ്മളൊരു ബക്കറ്റിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാലും ആ ലിക്വിഡിൻ്റെ വോളിയം എന്തായിരിക്കും, 5 ലിറ്റർ ആയിരിക്കും. ഏത് കണ്ടെയ്നറിൽ വെച്ചാലും ലിക്വിഡിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ 5 ലിറ്റർ ലിക്വിഡ് നമുക്ക് ഒരിക്കലും ഒരു 3 ലിറ്റർ കണ്ടെയ്നറിലേക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ബാക്കി എങ്ങനെയായാലും 2 ലിറ്റർ ഉണ്ടാവും. ബട്ട് ഇഫ് എ ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ എ സിലിണ്ടർ ഹാവിംഗ് വോളിയം ഓഫ് 1 ലിറ്റർ ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫേർഡ് ഇൻ ടു അനദർ 5 ലിറ്റർ സിലിണ്ടർ,
Then what will be the volume of the gas? Example, 1 liter വോളിയം ഉള്ളൊരു കണ്ടെയ്നറിലെ ഗ്യാസ് മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാണ്. ആ ഗ്യാസിനെ നമ്മൾ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറണം, 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു കണ്ടെയ്നറിലേക്ക്. ദെൻ വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ഗ്യാസ്? എന്തായിരിക്കും ഗ്യാസിൻ്റെ വോളിയം? ഗ്യാസ് എന്താണ്? 5 ലിറ്റർ കണ്ടെയ്നറിൽ എല്ലാ ഭാഗത്തും ഉണ്ടാവും. സോ ന്യൂ വോളിയം വിൽ ബി 5 ലിറ്റർ. 5 ലിറ്റർ ആയിരിക്കും ന്യൂ വോളിയം. സോ we can say volume of a gas is the volume of the container which it occupies. ഒരു ഗ്യാസ് ഒക്യുപ്പൈ ചെയ്ത അല്ലെങ്കിൽ ഗ്യാസ് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വോളിയമാണ് ഗ്യാസിൻ്റെ വോളിയം. Pull the piston of a syringe backwards. Press the piston after closing the nozzle of the syringe. What will happen to the volume of air inside the syringe? ഒരു സിറിഞ്ചിനകത്ത് നമ്മൾ ഗ്യാസ് എടുത്തു എന്ന് കരുതാം. ആ ഗ്യാസിനെ ആ സിറിഞ്ചിൻ്റെ ഒരു സൈഡ് അടച്ചു പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്യാസ് സിറിഞ്ചിനെ പോലെ തന്നെ ആ പിസ്റ്റൺ ഒന്ന് താഴേക്ക് അമർത്തിയാൽ ഗ്യാസിൻ്റെ വോളിയം എന്തായി? ഗ്യാസിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്തു. ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം കുറേ കൂടെ അടുത്തേക്ക് വന്നു. പിസ്റ്റൺ താഴുന്നതിനനുസരിച്ച് ഗ്യാസിൻ്റെ വോളിയം കുറഞ്ഞു വന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദ വോളിയം ഓഫ് എയർ ഇൻസൈഡ് ദ സിറിഞ്ച്? ദ വോളിയം വിൽ ഡിക്രീസ്. വോളിയം ഡിക്രീസ് ചെയ്യും. എക്സ്പ്ലെയിൻ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആൻഡ് ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പിസ്റ്റൺ അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഡിക്രീസ്ഡ്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. പ്രഷർ ഓഫ് ഗ്യാസ്. ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് കെപ്റ്റ് ഇൻസൈഡ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഇപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്? മോളിക്യൂൾസ് വിൽ ബി ഇൻ റാൻഡം മൂവ്മെൻറ്റ്. ഇറ്റ് വിൽ ബി ഇൻ റാൻഡം മൂവ്മെൻറ്റ്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ മൂവ് ചെയ്യുന്നുണ്ടാവും. What assumption can be made regarding the possibility of collision between gas molecules? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഈ കൊളീഷനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ കൊളീഷനൊക്കെ എലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും. അവിടെ എനർജി ലോസും ഉണ്ടാവില്ല, ഗെയിനും ഉണ്ടാവില്ല. കൺസിഡർ എനി സർഫസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദിസ് സർഫസ് ആസ് എ റിസൾട്ട് ഓഫ് ദ കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ്. ഒരു കണ്ടെയ്നറിൻ്റെ ഏത് ഭാഗത്തെടുത്താലും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഇഫ് യു നോ ദ ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ ദ സർഫസ് ആൻഡ് ഇറ്റ്സ് സർഫസ് ഏരിയ, we can calculate the force experienced per unit area. Then we can say force on unit area is total force exerted on the surface divided by surface area, or we can say force by area is pressure. Force exerted per unit area is called pressure or pressure of gas. Then next property is temperature. Molecules in a gas are moving rapidly, aren't they? Which is the energy gained due to the movement of molecules? Potential energy or kinetic energy? You know that moving particles possess kinetic energy because kinetic energy is equal to half mv square ആണ് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. When a gas is heated, the temperature is increased. What happens to the movement of molecules if the temperature of the gas is increased? ഗ്യാസ് മോളിക്യൂൾസിനെ എടുത്തിരിക്കുകയാണ്. ഈ ഗ്യാസ് മോളിക്യൂൾസിനെ നമുക്കൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ഹീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓരോ ഗ്യാസ് മോളിക്യൂൾസിന് ഹീറ്റ് എനർജി കിട്ടുന്നതിനനുസരിച്ച് അവരുടെ മൂവ്മെൻറ്റ്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദർ കൈനറ്റിക് എനർജി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഹീറ്റ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജിയും കൂടുന്നതായിട്ട് കാണാം. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, കൊളീഷൻ ഇതൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. So we can say when a gas is heated, the temperature is increased. What happens to the movement of molecules if the temperature of the gas is increased? Movement also increases. As a result, what happens to the energy of movement? Movement increase ചെയ്താൽ velocity കൂടുകയാണ്. So kinetic energy increase ചെയ്യണം. Then we can say temperature is the average kinetic energy of molecules in a substance. ഒരു സബ്സ്റ്റൻസിലെ മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ് ടെമ്പറേച്ചർ. On the basis of the acquired information, write a short note on the given properties of gas. What will be the volume of gas? Volume of gas is the volume of container in which the gas occupies. What will be the pressure? Pressure is the force exerted per unit area on the surface of the container in which the gas is occupied. What is temperature? Temperature is the average kinetic energy of molecules in a substance.